ബൈസൺവാലിയിലെ ഏലത്തോട്ടങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി കർഷകർക്ക് നിർദ്ദേശങ്ങൾ നൽകാനായി കാർഷിക സർവകലാശാല വിദഗ്ധ സംഘം ബൈസൺവാലിയിൽ സന്ദർശനം നടത്തി. ആത്മ പദ്ധതിയുടെ ഭാഗമായാണ് ശാസ്ത്രജ്ഞരും കൃഷി വിജ്ഞാന വ്യാപന പ്രവർത്തകരും ചേർന്ന് ഫീൽഡ് പരിശോധനയ്ക്കായി സംഘമെത്തിയത്. ബൈസൺവാലി ഏലത്തോട്ടങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി കർഷകർക്ക് നിർദ്ദേശങ്ങൾ നൽകാനായി കാർഷിക സർവകലാശാല വിദഗ്ധ സംഘം ബൈസൺവാലിയിൽ സന്ദർശനം നടത്തി. ആത്മ പദ്ധതിയുടെ ഭാഗമായാണ് ശാസ്ത്രജ്ഞരും കൃഷി വിജ്ഞാന വ്യാപന പ്രവർത്തകരും ചേർന്ന് ഫീൽഡ് പരിശോധനയ്ക്കായി എത്തിയത്. കേരള കാർഷിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ നാരായണ ആർ നേതൃത്വം നൽകിയ സംഘം ഒച്ചുകളുടെ ശല്യം രൂക്ഷമായ തോട്ടങ്ങളിൽ നേരിട്ടെത്തി പരിശോധനകൾ നടത്തി. ഒച്ചുകളെ ശാസ്ത്രീയ ഭക്ഷ്യക്കിണികൾ ഉപയോഗിച്ച് ആകർഷിച്ച് നശിപ്പിക്കാനുള്ള രീതികൾ സംഘം നേരിട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തു. ആദ്യകാലങ്ങളിൽ മുട്ടുകാട് പ്രദേശങ്ങളിൽ മാത്രമായിരുന്നു ഈ ഒച്ചുകളുടെ സാന്നിധ്യം. പിന്നീട് പഞ്ചായത്തിന്റെ 6 വാർഡുകളിൽ കൂടി ഒച്ചുകളുടെ സാന്നിധ്യം കണ്ടെത്തി. ഇതിനെ തുടർന്നാണ് പരിശോധനയ്ക്കായി സംഘം എത്തിയത്. ഇതൊരു അധിനിവേശ ജീവിതമാണ്. നമ്മുടെ ബൈസൺവാലി പഞ്ചായത്തില് മുട്ടുകാട് വാർഡിലായിരുന്നു ഏറ്റവും കൂടുതൽ ആദ്യമായി കാണപ്പെട്ടത്. ഇപ്പൊ മറ്റു വാർഡുകളിലേക്ക്, ഒരു 6 വാർഡുകളിലേക്ക് ഇതിന്റെ വ്യാപനം കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തില് നമ്മുടെ കൃഷി വകുപ്പിലെയും കേരള കാർഷിക സർവകലാശാലയിലെ കൊച്ചിയിൽ ഗവേഷണം നടത്തിയിരിക്കുന്ന ഡോക്ടർ ആർ നാരായണ നേതൃത്വം നൽകിയ സംഘം അടുത്തിടെ ജോസ്ഗിരിയിലെ മഞ്ഞപ്പള്ളി സിറ്റിയിൽ സന്ദർശനം നടത്തുകയുണ്ടായി. സന്ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ സാറിന്റെ പ്രൊജക്റ്റിലുള്ള ഒരു ഭക്ഷ്യക്കെണിയുടെ ഡെമോൺസ്ട്രേഷൻ സാർ ചെയ്ത് കാണിച്ചു കൊടുത്തു. അതിൽ ഒച്ചിന്റെ വ്യാപനം വളരെ രൂക്ഷമാണെന്ന് തന്നെയാണ് തെളിയിക്കപ്പെട്ടത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഏലത്തോട്ടങ്ങളിൽ തണലും ഈർപ്പവും ജൈവാംശവും കൂടുതലായതുകൊണ്ട് തന്നെ ഇതിന്റെ വ്യാപനം വളരെ രൂക്ഷമാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൺട്രോൾ മെഷേഴ്സ് ആയിട്ട് സാർ പറഞ്ഞത് ഏലത്തോട്ടങ്ങളിലെ ജൈവാംശം നിറഞ്ഞ അല്ലെങ്കിൽ ഡ്രൈഡ് ആയിട്ടുള്ള ലീവ്സുകൾ, ബാക്കിയുള്ള വേസ്റ്റുകളെല്ലാം തന്നെ തോട്ട ശുചിത്വം പാലിച്ച് തോട്ടം സംരക്ഷിക്കുക, മറ്റു വീട് പരിസരങ്ങളെല്ലാം മാലിന്യ നിർമ്മാർജ്ജനം ചെയ്ത് വീടിന്റെ പരിസരങ്ങളെല്ലാം ശുചിത്വം ഉറപ്പാക്കി വെക്കുക. ഏലത്തോട്ടങ്ങളിലെ ഒച്ചുശല്യം നിയന്ത്രിക്കുന്നതിന് വ്യക്തിഗതമായ ഇടപെടലുകൾ മാത്രം പോരെന്നും കർഷകർ കൂട്ടായി സംയോജിത നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും ഡോക്ടർ നാരായണ നിർദ്ദേശിച്ചു. ഒച്ചുകൾക്ക് വളരാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ തോട്ടത്തിലെ മാലിന്യങ്ങൾ കൃത്യമായി നീക്കം ചെയ്ത് തോട്ടം ശുചിയായി സൂക്ഷിക്കണം. പഞ്ചായത്ത് പ്രസിഡന്റ് ഷാലുമോൾ സാബു, കൃഷി ഓഫീസർ സ്മിത എസ് കുമാർ, വാർഡ് മെമ്പർ റോയിച്ചൻ കുന്നിൽ എന്നിവർക്കൊപ്പമാണ് സംഘം പരിശോധനയ്ക്ക് എത്തിയത്. കൃഷി അസിസ്റ്റന്റ് ഷിബു ഇ.കെ, ബ്ലോക്ക് തല ആത്മ സ്റ്റാഫ് അംഗങ്ങൾ, കർഷക പ്രതിനിധികൾ തുടങ്ങിയവരും സന്ദർശനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.